നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 14, 23, 32 എന്നുണ്ട്. ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് ഓഫ് ദ എ പി ഈസ് 108. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം മക്കളെ? ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നേക്കണം ഇത് x1 കൊടുക്കാം, ഇത് x2 കൊടുക്കാം, ഇത് x3 കൊടുത്തു. അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ S2 മൈനസ് x1 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 23 മൈനസ് 14 വരും. അപ്പോൾ 23 മൈനസ് 14 കുറയ്ക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 9 വരും. ഇപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേം ഓഫ് ആൻ എ പീസ് 108. ഇങ്ങനെ തന്നേക്കണ ഒരു നമ്പർ നമുക്ക് 108 ഇവിടെ തന്നേക്കണേ, ആ നമ്പറിനെ ആ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് നമ്മൾ അതുകൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഈ 9 കൊണ്ട് ഇതിനൊന്ന് ഡിവൈഡ് ചെയ്യണം. കറക്റ്റായിട്ട് 1 വരും, 9. അപ്പോൾ ഇവിടെ 18, 2 വരും, 9, 2, 18. അപ്പോൾ ആൻസർ 0, അതായത് റിമൈൻഡർ നമുക്ക് 0 കിട്ടും. അപ്പോൾ നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും ആ തന്നിരിക്കുന്ന സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് ഡി കണ്ടുപിടിക്കണം. എന്നിട്ട് ആ ഡിയെ നമ്മൾ തന്നേക്കണം, ഡിഫറൻസ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിരിക്കുന്ന ആ നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണ്. നമുക്കൊരു പെർഫെക്റ്റ് നമ്പർ കിട്ടുവാണെങ്കിൽ എന്തായിരിക്കും? നമ്മളതെന്താണ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേം ഓഫ് ആൻ എ പി ഈസ് 108 എന്ന് പറയാൻ പറ്റും. അപ്പോൾ തന്നെ കറക്റ്റ് ആൻസർ ആണ് അല്ലേ? അപ്പോൾ ദ ഹെൻസ് ദ റിസൾട്ട്. പിന്നെ അവിടെ നിന്ന് സെൻറ്റൻസ് എഴുതുമൊന്നും വേണ്ട, ഹെൻസ് ദ റിസൾട്ട് എന്ന് എഴുതിയാൽ മതി. അത് കറക്റ്റാണെന്ന് എഴുതിയാൽ മതി. അത് കറക്റ്റാണ്, കാരണം 108 ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് എന്ന് പറയാൻ പറ്റും. അത് ഒന്നുകൂടി എടുത്തെഴുതണമെങ്കിൽ എടുത്തെഴുതാം, അല്ലെങ്കിൽ ചുമ്മാ ഹെൻസ് ദ റിസൾട്ട് എന്ന് എഴുതുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഫൈൻഡ് ദ 15th ടേം ആണ്. അപ്പോൾ x15 ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്കറിയാം, f പ്ലസ് എന്താ വരുന്നത്? 15 ആണെങ്കിൽ ഒരു നമ്പർ കുറയും, 14d വരും. 15ാമത്തെ ടേം കിട്ടാൻ വേണ്ടി ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് 14 ഇൻറ്റു ഡി ചെയ്താൽ മതി. ഫോർമുല പഠിച്ചങ്ങനെയാണ്. ഇപ്പോൾ 10 ആണെങ്കിൽ എഫ് പ്ലസ് 9d വരും, 20 ആണെങ്കിൽ എഫ് പ്ലസ് 19d വരും. അപ്പോൾ 15 ആയതുകൊണ്ട് എന്താ എഴുതാം? എഫ് പ്ലസ് 14d വരും. അപ്പോൾ ഫസ്റ്റ് ടൈം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 14 തന്നിട്ടുണ്ട്, പ്ലസ് 14 ഇൻറ്റു ഡി എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 9 ആണ്. ആ 9 അങ്ങനെ തന്നെ കൊടുത്തു. അപ്പോൾ ഇതിനെ ഒന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. 14 അങ്ങനെ തന്നെ എഴുതി. 14 ഇൻറ്റു 9 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 9 × 36, 9 9 9 9 3 12 126 വരും. ഇനി ഈ രണ്ട് നമ്പറും കൂടെ നമ്മളൊന്ന് ആഡ് ചെയ്യണം. 6 4 10, 2 1 3 1 4, അപ്പോൾ 140 വരും. അപ്പോൾ നമ്മൾ എത്രയാണ്? 15ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ 140 കിട്ടും. നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്സൻ നമുക്ക് തന്നിട്ടുണ്ട് 230. 230 എത്രാമത്തെ ടേം എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണേ. അപ്പം നമ്മൾ ഫസ്റ്റ് x1 എഴുതണം. 14 ഓൾറെഡി നമുക്ക് അറിയാം. കോമൺ ഡിഫറൻസ് ഡി എന്ന് പറഞ്ഞാൽ 9 ആണ്. അങ്ങനെയാണെങ്കിൽ എത്രാമത്തെ ടേം ആണെന്ന് കണ്ടുപിടിക്കാനുള്ള ഫോർമുല n എന്ന് പറഞ്ഞാൽ ഏതാ മക്കളെ? xn മൈനസ് x1 ബൈ ഡി പ്ലസ് 1 ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഇക്വേഷനിലേക്ക് നമ്മൾ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം നമ്മുടെ വാല്യൂ n എന്ന് പറയുന്നത് xn എന്ന് പറഞ്ഞാൽ 230 എഴുതി, മൈനസ് x1 എന്ന് പറഞ്ഞാൽ 14 ആയി, ഡിവൈഡഡ് ബൈ ഡി എന്ന് പറഞ്ഞാൽ 9 ആയി, പ്ലസ് 1 ഇത്. 230 14 കുറച്ച് നമുക്ക് 216 വരും. 216 ബൈ 9 പ്ലസ് 1, ഈ 1 ഇച്ചിരി അകത്ത് എഴുതിക്കോളൂ കേട്ടോ. ഇനി 216 9 കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 24 വരും. 24 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 25th ടേം. അപ്പോൾ നമ്മൾ എത്രാമത്തെ ടേം ആണ് 230? 25ാമത്തെ ടേം ആണ് നമുക്ക് എത്ര എന്ന് പറയുന്നത്? 230 എന്ന് കിട്ടും.